ഹായ് ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിജയൻ എന്തായാലും എല്ലാ കാര്യം കൊണ്ടും ചിന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കി ചിന്നുവിനെ തൻ്റെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് രുക്കുവിനെ തിരിച്ചയച്ചത് പോലും. അങ്ങനെ എന്തായാലും ചിന്നുവിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിജയൻ്റെ രണ്ടാമത്തെ മകളായിട്ടുള്ള കുട്ടിയുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന. അതിനുശേഷം തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ വിജയൻ വരുന്നുണ്ട്. അപ്പോഴത്തേനും വിജയൻ പറയുന്നുണ്ട്, എൻ്റെ മോള് വന്നോ? 18 വയസ്സ് തികയുന്ന വരെയുള്ളൂ അമ്മയ്ക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളെല്ലാം തന്നെ. അത് കഴിഞ്ഞാൽ മോളുടെ ഇഷ്ടമാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടത്, അമ്മയുടെ കൂടെ നിൽക്കേണ്ടത്. അവൾ ഇത്രയും കാലം എൻ്റെ മകളെ വെറുതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന രീതിയിലൊക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുക കേട്ടോ ചിന്നുവിൻ്റെ മുന്നിൽ അർച്ചനയെ. പക്ഷേ ചിന്നുവിനെ അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ. അതിനുശേഷം തന്നെ രാത്രി അർച്ചന ചിന്നുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. ഫോൺ ചെയ്യുന്ന സമയത്ത് വിജയനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടത്? എൻ്റെ മോൾ എൻ്റെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്, നിനക്കതിൻ്റെ ആവശ്യം എന്താ വിളിക്കേണ്ടത്? ഇനി അവളെ ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകള് എൻ്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ, നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുകയാണ് അർച്ചനെ. കാരണം 18 വയസ്സ് തികയുന്ന വരെയുള്ളൂ നിൻ്റെ മാത്രമായിട്ട് ജീവിക്കാൻ അവളെ സമ്മതിക്കുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ അവളുടെയും കൂടെ ഇഷ്ടമാണ്, അവൾ എൻ്റെ കൂടെ ജീവിക്കും. പിന്നെ നിയമത്തിനെ വെല്ലുവിളിച്ചാലുണ്ടല്ലോ എന്താണ് വേണ്ടതെന്ന് ഞാൻ നിനക്ക് തരുമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് വിജയൻ. പക്ഷേ ഒരിക്കലും അർച്ചന ആ ഒരു ഭീഷണീൻ്റെ മുന്നിലൊന്നും പതറാതെ നിൽക്കുകയാണോ ചെയ്യുന്നത്. അർച്ചനയ്ക്കറിയാം ന്യായം തൻ്റെ പക്ഷത്ത് തന്നെയാണ്, ചിന്നു തൻ്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ എന്നുള്ളത്. ഇത്രയും കാണിച്ചു.